മൂത്രം ഒഴിക്കാനും സമ്മതിക്കത്തില്ലേ? അയ്യോ മെയിനെ പേർക്കിയ എന്നോട് ക്ഷമിക്കണം, ആളറിഞ്ഞില്ല. സാരമില്ല, ജോലി എന്നവന്റെ പെടലിക്ക് തന്നെയാണ് താൻ കത്തിവെച്ചതെങ്കിലും തൊഴിലിനോടുള്ള തന്റെ ആത്മാർത്ഥയെ ഞാൻ ബഹുമാനിക്കുന്നു. അയ്യോ മുറുകി അണ്ടാ തേർക്കിയ, എനിക്ക് ഭയങ്കര സന്തോഷം. അല്ല, ഞാൻ സാറിനോട് ഒരു സംശയം ചോദിക്കുന്നത് വിരോധമില്ലല്ലോ? ഇല്ല, ചോദിച്ചോളൂ. സാർ എന്നും രാത്രി ഇവിടെ വന്നാണോ മൂത്രം ഒഴിക്കുന്നത്? അല്ല, സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒന്ന് ഒഴിക്കണമെന്ന് തോന്നി. ഞാൻ വിചാരിച്ച പോലെ അല്ല താൻ. ചോദ്യം ചെയ്യാനുള്ള വാസന നല്ലത്. അതായത് സംശയകരമായ സാഹചര്യത്തിൽ ആരെ കണ്ടാലും താൻ ചോദ്യം ചെയ്തോളൂ. ആയുഷ്മാൻ ഭവ. സാറ് ബാക്കി ഒഴിച്ചേട്ടെ, ആരും വരാൻ ഞാൻ നോക്കിക്കോളാം. അങ്ങോട്ട് മാറ്റി അടിക്കണോ? അയ്യേ, നീ എവിടെ പോകുന്നു? എന്തോ ഒരു അനക്കം കേട്ടു, നോക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് എന്നെ വിളിക്കാഞ്ഞ്? ഇത് സ്ഥിര ഏർപ്പാടല്ലേ? പ്രേമേട്ടൻ കിടക്കാൻ നോക്ക്. സുലു എന്താ എത്ര മനുഷ്യപ്പറ്റിയില്ലാതെ സംസാരിക്കുന്നത്? നമ്മുടെ അയൽക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ സുഖമായിട്ട് അവിടെ ഉറങ്ങിയാലെങ്ങനെ? ഇന്ന് അവനെ പിടിച്ചിട്ട് തന്നെ കാര്യം. ഇപ്പൊ തന്നെ ലേറ്റ് ആയില്ലേ എന്നാണ് എന്റെ സംശയം. ഇനി വെച്ച് താമസിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. ഇതിന് മെഡിക്കൽ സയൻസിൽ സൈക്കോപ്പത്തിക് പേഴ്സണാലിറ്റി എന്ന് പറയും. ഇങ്ങനൊരു സൂക്കേടായതുകൊണ്ട് അധികം ആരെ അറിയിക്കുന്നത് ശരിയല്ല. വളരെ സൂക്ഷിച്ചു നീങ്ങണം. ഞാൻ നോക്കിയിട്ട് സൈക്കാട്രിസ്റ്റ് പെരേരയാണ് ബെസ്റ്റ്. മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, ഡോക്ടർ പെരേരയുടെ വീട്ടിൽ കൺസൾട്ടിംഗ് ഉണ്ട്. അത് വയലന്റ് ആവുന്ന കേസുകളൊന്നും അവിടെ അറ്റൻഡ് ചെയ്യില്ലെന്നേ ഉള്ളൂ. പ്രേമേന്ദ്രൻ സാർ ഇപ്പോ അങ്ങനത്തെ ഒരു സ്റ്റേജിലൊന്നും ആയിട്ടില്ലല്ലോ. വിഷമിക്കാനൊന്നുമില്ല. ഇതിപ്പോ ഇനിഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് 3 or 4 കോഴ്സ് മെഡിസിൻ കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. രാജേന്റെ ഫ്രണ്ട് വിനോദിന് ശരിക്കും കടുത്തതാ. ഡോക്ടർ പെരേരയുടെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പൊ ആള് നോർമലാ. സൈക്യാട്രിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞ പ്രേമേട്ടൻ വന്നില്ലെങ്കിലോ? കുറച്ച് ദിവസമായിട്ട് രാത്രി സുലോചനയ്ക്ക് ഉറക്കമില്ലാത്തതുകൊണ്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണമെന്ന് പറയണം. ഇപ്പോഴത്തെ സ്റ്റേജിൽ സുലോചന എന്ത് പറഞ്ഞാലും പ്രേമേന്ദ്രൻ സമ്മതിക്കും. പ്രേമചന്ദ്രനാണ് അസുഖമെന്ന് ഞാൻ ഡോക്ടറോട് ഫോൺ ചെയ്ത് പറഞ്ഞോളാം. ഡോക്ടർ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരിക്കൽ വന്നിട്ടുണ്ടല്ലേ? ഇവിടെ വരേണ്ട അവസ്ഥ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ തന്നെ സുലോചന നിർബന്ധം കൊണ്ട് വന്ന. എന്നെ കണ്ടിട്ടുണ്ടോ? ചില പൈങ്കിളി വാരികളൊക്കെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. വായിക്കും അല്ലേ? ഏയ്, പലചരക്കടന്ന് സാധനം പോഞ്ഞോടുന്ന പേപ്പറിൽ കണ്ടതാ. സാധാരണ എങ്ങനെയാണ് ഉറങ്ങാറുള്ളത്? ഉറങ്ങുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാ കണ്ണടച്ച് കിടക്കും, കുറച്ച് കഴിയുമ്പോ ഉറങ്ങിക്കോളും. പിന്നെ ഉണരുന്ന വരെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. അതല്ല ചോദിച്ചത്. സാധാരണ തലവഴി മൂടി പുതച്ചാണോ, അതോ പുതയ്ക്കുന്ന സ്വഭാവം ഇല്ലേ? ചരിഞ്ഞോ, നിവർന്നോ, ചുരുണ്ടോ, എങ്ങനെയാണ് ഉറങ്ങുന്നത്? അത് അപ്പോഴത്തെ സൗകര്യം എങ്ങനെയാന്ന് വെച്ചാ അങ്ങനെ കിടക്കും. ചോദ്യങ്ങളോടുള്ള ഈ അവഗണന നിറഞ്ഞ പ്രതികരണം പണ്ടുമുതലേ ഉണ്ടോ? പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങിയത് എന്നു മുതലാണ്? 1 മാസമായിട്ടുണ്ടാവും. എന്നോട് പറയുന്നത് മിനിഞ്ഞാന്നാ. നിങ്ങൾ തമ്മിൽ കൂടെ കൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഞങ്ങൾ 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്ന 2 വ്യക്തികളാണ്. അപ്പോൾ ചില അവസരങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും. എന്ന് വിചാരിച്ച് സുലോചന ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങൾ എന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. യുനോ സൈക്കോളജി? ഞങ്ങളുടെ കോളേജിലെ സൈക്കോളജി പ്രൊഫസർ ഡേവിഡ് ഗോമസിന്റെ ഫ്രണ്ടാ. ചോദിച്ചത് സൈക്കോളജി അറിയാവുന്നവരെ ട്രീറ്റ് ചെയ്യാൻ പ്രയാസമാ. അതോർത്ത് ഡോക്ടർ വിഷമിക്കേണ്ട, സുലോചനയ്ക്ക് സൈക്കോളജി അറിയില്ല. കഴിയുന്നതും മെഡിസിൻസ് അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കൗൺസിലിംഗ് ആണ് മുഖ്യം. എനിക്ക് മിസ്സിസിനോട് ഒറ്റയ്ക്ക് കുറച്ച് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഡോക്ടറെ തന്നെ കാണാൻ വന്നത്. പ്രഗ്നന്റ് ആയതുകൊണ്ട് സുലോചനയ്ക്ക് മറ്റു മരുന്നുകളൊന്നും ഉപയോഗിച്ചുകൂടല്ലോ. മിസ്സിസുമായിട്ട് കൗൺസിലിംഗ് വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഭർത്താവിന്റെ അസുഖത്തിന് ഭാര്യ ഒരിക്കലും മരുന്ന് കഴിക്കേണ്ടി വരില്ല.
അസുഖം വിചാരിച്ചത്? പ്രേമേട്ട ഇരിക്കെ, ഡോക്ടർ പറഞ്ഞ ശ്രദ്ധിക്ക്. രോഗി ഏതാ, കൂടെ വന്നവൻ ഏതാന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഇവന്റെ അടുത്താണ് നീ ചികിത്സയ്ക്ക് വന്നത്? മിസ്റ്റർ പ്രേമേന്ദ്രൻ, കൂൾ ഡൗൺ. എന്നെ തണുപ്പിക്കാൻ താനാരോ? ഇവൻ കണ്ട് മാർക്ക് ലിസ്റ്റ് തെറ്റി പാസ്സായി വന്നവനാ. പ്രേമേട്ട ശബ്ദം ഉണ്ടാക്കാതെ ഇരിക്കെ. പേഷ്യന്റ് വയലന്റ് ആകുമെന്ന് രാജീവൻ പറഞ്ഞില്ലല്ലോ. ഓഹോ, അപ്പൊ അവനാണ് ഇതിന്റെ പിന്നിലല്ലേ? ഞാൻ വയലന്റ് ആവുക മാത്രമല്ല, ആയിക്കഴിഞ്ഞാൽ ചിലപ്പോ തല്ലുകയും ചെയ്യും. എന്താ ഇത് പ്രേമേട്ട? കൊണ്ടുപോയി തടവട. നിനക്കുള്ളത് വീട്ടിൽ ചെന്നിട്ട്. സാർ സാർ, താനെന്താ ഇവിടെ? അമ്മയെ കാണിക്കാൻ കൊണ്ടുവന്നതാ. അകത്ത് വെള്ളം ഉണ്ടാക്കിയത് സാറാണെന്ന് അറിഞ്ഞില്ല. അത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സാർ ക്ലാസ്സിൽ മൂഡ് ഓഫ് ആയിരുന്നപ്പോ ഞങ്ങൾ ഊഹിച്ചു. നല്ല സാറായിരുന്നു ചേച്ചി. ഈ സാറിന് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. എന്താ മോനെ ഒരു സംസാരം? കുറെ നേരമായി തുടങ്ങിയിട്ട്. ഞാൻ അറിഞ്ഞില്ല. ഈ അടുത്ത കാലത്തായിട്ട് അവർ നേരെ നോക്കിയ കീരിയും പാവുക. വാ, എന്താന്ന് നോക്കാം. മോൻ ഇവിടെ നിന്ന് പഠിക്കേ. ഞാനിനി സ്റ്റുഡൻസിന്റെ മുഖത്ത് എങ്ങനെ നോക്കുന്നേ? മലയാളം വാദ്യാർക്ക് വട്ടാണെന്ന് അവർ എഴുതി ഒട്ടിക്കും. ഞാൻ ജോലി രാജിവെക്കുമ്പോ അമ്മയ്ക്കും വരുമ്പോ സമാധാനാവുമല്ലോ. കഴിഞ്ഞ ദിവസം നീ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ പ്രാന്തല്ലെങ്കിൽ പിന്നെ എന്താടാ? മനുഷ്യന്റെ മുഖത്ത് പോലും നോക്കാത്ത നീയാ കള്ളനെ പിടിക്കാൻ ഓടിയത്. അപ്പുറത്തെ രാജീവൻ രാധികയെ സ്നേഹിക്കുന്ന പോലെ ഞാൻ ഇവിടെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ ഇവിടെ പരാതി. അങ്ങനെ സ്നേഹിച്ചപ്പോ എല്ലാരും കൂടി എന്നെ ഭ്രാന്തനാക്കി. അപ്പൊ ഈ കാണിച്ചതൊക്കെ സ്നേഹമായിരുന്നു. ആ, ഇന്നെന്താ ഒറ്റയ്ക്ക്? രാജീവ് സാറിന്റെ വൈഫിനെ കണ്ടില്ല? ലെക്ചറുടെ വീട്ടിലെ പ്രശ്നങ്ങളാ. ഓ, അവർക്ക് രാജീവിന്റെ വീടുമായിട്ടായിരുന്നല്ലോ കൂടുതൽ അടുപ്പം. ആ, എന്താ കാര്യം എന്നറിയില്ല. 2 ദിവസമായിട്ട് രാധിയെ പുറത്തോട്ട് കാണുന്നില്ല. ഓഹോ. വരട്ടെ. ആ, പ്രേമേന്ദ്രൻ സാറിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ. രാധിയെ പുറത്തോട്ട് കാണാനുമില്ല. നല്ല സ്റ്റോറിയുള്ള കഥയാണല്ലോ ചേട്ടാ. സത്യമായിരിക്കുമോ? മിസ്സസ് ശിവമ്പിള്ള പറഞ്ഞുകൊണ്ടാണ് എനിക്ക് സംശയം. അതെന്താ? നഗരത്തിൽ സംസാര വിഷയം. അവരല്ല ഇപ്പൊ ഈ കോളനിയിലെ വിഷയം. എന്ത് വിഷയം? കള്ളൻ പവിത്രൻ. ഏയ് പറയടാ. ബാങ്ക് മാനേജരെ വീട്ടിൽ സ്ഥിരമായിട്ട് കള്ളം കയറുന്നതേ ഗോമതി ചേച്ചിയെ കാണാനാണെന്ന്. നീ കണ്ടോ? ഞാൻ കണ്ടില്ല. കാണാത്തത് പറയരുത് കേട്ടോടാ തരുവാമൂടാ. ചാണ്ടീസ് വീഡിയോ പരദൂഷണം പറയാനുള്ള സ്ഥലമല്ല. ഇവിടെ നിന്ന് ഇങ്ങനൊരു വാർത്ത പ്രചരിക്കുന്നു എന്നറിഞ്ഞാൽ അതിന്റെ ദോഷം നിനക്കല്ല, എനിക്കാ. ചാണ്ടീസ് വീഡിയോ അയക്കണം നിനക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ പരിപ്പ് ഇവിടെ വേവില്ല കേട്ടോടാ പുന്നാര മോനെ. ഇതിപ്പോ ഈ കോളനിയിലെ പരസ്യമായ രഹസ്യമാണല്ലോ. അതിനിപ്പോ ചേട്ടനെന്തിനാ എന്നോട് ചൂടാവുന്നത്? കള്ളം പൗത്രൻ ചേട്ടനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഗുഡ് ഈവനിങ്. കുറച്ച് ദിവസമായിട്ട് സാറിനെ കാണാനില്ല. ഫാമിലിയിൽ എന്തോ പ്രശ്നമാണെന്ന് ഗോമതി പറയുന്നത് കേട്ടു. ഒന്നുമില്ല. സ്ത്രീകളല്ലേ, എന്തെങ്കിലും കുറച്ച് കിട്ടിയാൽ മതി. അതുകൊണ്ട് സാറിനെ പിന്നെ ബാങ്കിലോട്ട് കണ്ടില്ല. വീട് വെച്ചതിന്റെ പിടുത്തൊക്കെ ഒന്ന് ആദ്യം കഴിയട്ടെ, പിന്നീട് പുതിയ ഡെപ്പോസിറ്റിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റും. അത് സാറിന്റെ സൗകര്യം, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ലോക്കർ ഫെസിലിറ്റി അവൈൽ ചെയ്തിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന വേസ്റ്റ് അല്ലേ? ലോക്കർ ഞാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. എന്നിട്ടാണോ കല്യാണത്തിനും പറഞ്ഞ് കൊണ്ടുപോയ ഗോൾഡ് ഇതുവരെ തിരിച്ചു കൊണ്ടുവെക്കാത്തത്? സ്ത്രീകൾക്ക് എപ്പോഴും സ്വർണ്ണം അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കണമെന്നായിരിക്കും. കള്ളന്മാരുടെ ശല്യം പെരുകി വരുന്ന ഈ കാലത്ത് നമ്മളെന്തിനാ റിസ്ക് എടുക്കുന്നത്? ഓട്ടോ സ്റ്റോപ്പ്. സുലോചന മറന്നുപോയതായിരിക്കും. നാളെ തന്നെ ഒരു കോൺഫറൻസ് ഉണ്ട്. 3-4 ദിവസം ഞാൻ സ്ഥലത്തുണ്ടാവില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, അക്കൗണ്ടിനെ കണ്ടാൽ മതി. ശരി. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ.